നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമികളുടെ സമാധിയുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഈ സമാധി സ്ഥലം പൊളിച്ചുകൊണ്ട് പരിശോധന നടത്താം എന്ന ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് തന്നെയാണ് പോലീസും പോകുന്നത്. അതേസമയം കുടുംബവും അതിനെതിരെ കോടതിയിലേക്ക് പോകാനുള്ളൊരു നീക്കത്തിലാണ്. ഇപ്പോൾ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ രഞ്ജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഏത് നിലയിലാണ് ഇനിയിപ്പോൾ ഈ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഈ പോലീസിൻ്റെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഈ സമാധി സ്ഥലം പൊളിക്കാനുള്ള തീരുമാനത്തിനെതിരെ ഏത് തരത്തിലുള്ള നിയമ നടപടിയിലേക്കാണ് പോകുന്നത്? ഇന്നലെ കൈരളി ചാനൽ അടക്കമുള്ളവർ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. ഇത് കേവലം ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമാണ് എന്നുള്ളൊരു കാര്യമാണ് പോലീസായാലും RDO ആയാലും മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയല്ല, അവരുടെ ഭാഗം കേൾക്കണം. അവരുടെ പിതാവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഒരു സുപ്രധാന ദിവസമായിട്ടുള്ള ഒരു നല്ലൊരു ദിവസമായിട്ടുള്ള സ്വർഗവാതിൽ ഏകാദശി ദിനത്ത് സമാധിയാവുക എന്നുള്ളൊരു തീരുമാനം മാത്രമാണ് അവരെ മുഖാന്തരം അവർ നടപ്പിലാക്കിയത്. അല്ലാതെ അതിനകത്ത് മറ്റു യാതൊരു വിധത്തിലുള്ള ദുരൂഹതയും ഇല്ല. ഒരു മെറ്റീരിയൽ ഫാക്റ്റും സപ്രസ് ചെയ്തിട്ടില്ല. അവർ തന്നെ ഇങ്ങനെ ഒരു സമാധിയുടെ വിവരം പുറം സമൂഹത്തോട് പറഞ്ഞതും അവർ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഭാഗം കേൾക്കണം. അവർക്കൊരു രേഖാമൂലം ഒരു നോട്ടീസ് നൽകണം. ഇനി എന്നാണ് മറ്റ് നടപടികൾ എന്തെങ്കിലും സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഒരു നോട്ടീസ് നൽകണം എന്ന് തീർച്ചയായിട്ടും പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് വൈകുന്നേരം നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ ചർച്ചയുണ്ടായിരുന്നു. മക്കൾ പങ്കെടുത്തു, ഞാൻ പങ്കെടുത്തു. ആ ചർച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടുകൂടി നമുക്ക് നോട്ടീസ് കൈമാറി. ആ നോട്ടീസ് കൈമാറിയതിന് ശേഷം ഇനി എന്തെങ്കിലും ഒരു നടപടിക്രമം സ്വീകരിക്കും എന്നുള്ളതിൻ്റെ നോട്ടീസും കൈമാറുമെന്നാണ് ഇന്നത്തോടുകൂടി കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ ചലഞ്ച് ചെയ്യും. തീർച്ചയായും അതൊരു റിട്ട് പെറ്റീഷൻ മുഖാന്തരം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചലഞ്ച് ചെയ്യും. കാരണം ഇതൊരു സമാധിയാണ്. ആ സമാധിയായിട്ട് ബന്ധപ്പെട്ട 41 ദിവസത്തോളമുള്ള ചടങ്ങുകളുണ്ട്. അത് സമാധിയായ വ്യക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിന് തീർച്ചയായിട്ടും ഒരു വിഘ്നം വരുത്തരുത് എന്നുള്ളൊരു അപേക്ഷയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഇതിലിപ്പോൾ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു വിഷയം തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തൊരു നിയമ സംവിധാനം നിലവിലുണ്ട്. സ്വാഭാവികമായും പോലീസിൻ്റെ മുന്നിലേക്ക് ഒരു പരാതി വരുമ്പോൾ ആ നിലയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസിന് കടക്കേണ്ടതില്ലേ? ഈ പരാതിക്കാരനായിട്ടുള്ള വ്യക്തിയുടെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും അതിൽ നോക്കേണ്ടതാണ്. കാരണം ആ പരാതിക്കാരനായിട്ടുള്ള വ്യക്തി തീർച്ചയായിട്ടും ഇവിടെ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് യാതൊരു വിധമായിട്ടുള്ള സ്വസ്ഥതയും നൽകിയിട്ടില്ല. അദ്ദേഹം ഒരു സാത്വിക ജീവിതമായതുകൊണ്ട് അതിൽ മറ്റ് കേസോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്തും പല തരത്തിലുള്ള വഴിത്തർക്കങ്ങളും ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭൂമി തർക്കങ്ങളും ഒക്കെ തന്നെ ഉന്നയിച്ച വ്യക്തിയാണ് ഇതിനകത്തുള്ള പരാതിക്കാരൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പോലീസ് കണക്കാക്കണം. ഇതിനകത്ത് കൺസേൺ ആക്കേണ്ടത് മക്കളുടെയും അതുപോലെ തന്നെ ഭാര്യയുടെയും ഒക്കെ തന്നെ അവരുടെ എന്താണോ അവർക്ക് പറയാനുള്ളത് അതാണ് യഥാർത്ഥത്തിൽ പോലീസ് മുഖവിലേക്ക് എടുക്കേണ്ടത് എന്നാണ് നമ്മുടെ ഒരു ആവശ്യം. തീർച്ചയായും ആ നിലയിൽ കുടുംബത്തിൻ്റെ നിലപാട് ഇതാണ്. ഈ പൊളിക്കാനുള്ള ഉത്തരവിനെതിരെ അത്തരത്തിൽ ഒരു നോട്ടീസ് നൽകിയാൽ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്.